ഈ പീരീഡ് നിങ്ങൾക്ക് ആരായിരുന്നു? ജിഷ മാം. മിസ് ഇന്ന് ലീവാണ്, അപ്പൊ അതാണ് മിസ് എടുക്കുന്നത് കേട്ടോ. ഗുഡ് മോർണിംഗ്, കേൾക്കാമോ? ഗുഡ് മോർണിംഗ് മാം. കേൾക്കാം. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു മിസ്സിന്റെ. കണ്ട് സൂപ്പർ ആയിരുന്നു. എല്ലാ സാരിയില് എല്ലാവരും സൂപ്പർ ആയിരുന്നു. മാമിന്റെ സുന്ദരിയായിരുന്നു. ആ വീഡിയോയിലാണ് എല്ലാവരെയും ഫുള്ളായിട്ട് കണ്ടത് മാം. എല്ലാവരെയും ഫുള്ളായിട്ട് ഒന്ന് കാണാൻ കിട്ടി. ഞങ്ങൾക്ക് ആ ദിവസം വരാൻ വേണ്ടിട്ട് കൊതിയായി ഇപ്പൊ തന്നെ. നിങ്ങൾക്ക് ഉണ്ട്, അവസരമുണ്ട്, സമയം കേൾക്കുന്നില്ല. സാറിനെ കൊണ്ട് സുമയ്യ കേൾക്കുന്നില്ല കേട്ടോ. സുമയ്യ, സുമി കേൾക്കുന്നില്ല. മറ്റേ 2-3 സുമയമാരുണ്ട് മാം. സുമയമാരുണ്ടല്ലേ? തമന്നയുടെ മെസ്സേജസ് ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പൊ നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ടപ്പോ നിങ്ങളൊന്ന് സങ്കല്പിച്ചായിരുന്നോ ഈ ഒരു ദിവസം? അതെ മാം, അങ്ങനെ തന്നെ ആലോചിച്ചത്. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അവിടെ സ്റ്റുഡൻസ് എല്ലാവരും ഹാപ്പി ആയിരുന്നു. നമ്മൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഏറ്റവും ഇതായിട്ട് ഇപ്പൊ നിങ്ങൾ പറയാനുള്ള പോലെ തന്നെ അവര് ഭയങ്കര ഒരു ലൈഫ് ലോങ് ഫ്രണ്ട്സ് ആയിട്ട് പറയാം. ഒരുപാട് ഗ്യാങ് ആയിരുന്നു വന്നിട്ട്, എന്തോരം ഫോട്ടോസ് എടുക്കണ ഫാമിലി ആയിട്ട് തന്നെ എല്ലാവരും വന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു അവര്. ശരിക്കും ഓൺലൈനിൽ കൂടി ഇത്രയും നല്ലൊരു സൗഹൃദമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരിക്കും. പക്ഷെ നേരിട്ട് കണ്ടപ്പോ അവർക്ക് എന്താ പറയാ, നമ്മള് ഇഷ്ടമുള്ള എന്തോ കാണുമ്പോ ഭയങ്കര സന്തോഷം ഉണ്ടാവുള്ളൂ. അതേപോലെയാണ് ഞങ്ങളൊക്കെ സ്റ്റാറ്റസ് വെച്ചിരുന്നു മാം, ഇതേപോലെ നമുക്ക് ഷെയർ ചെയ്തപ്പോഴേ. അപ്പം എന്റെയൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് ചോദിച്ചു ഇത് ഏത് അക്കാഡമിയാണ്, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? എല്ലാരും അത്ഭുതപ്പെടുക. സത്യം പറഞ്ഞാൽ കണ്ണ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഓൺലൈൻ ആണ്, ഓഫ്ലൈൻ അല്ല. അവര് വിശ്വസിക്കുന്നില്ല. ഓൺലൈനിൽ ഇത്രയും വലിയ സെറമണിയോ? ഞാൻ ജയദേവ് സാറിനോട് പ്രത്യേക റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് എന്തായിരുന്നാലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും തരുമെന്ന് പറഞ്ഞു. MT8 പൊളിക്ക് നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഞങ്ങളുടെ സ്റ്റുഡൻസ് ഇപ്പൊ അവരിപ്പോ നിങ്ങളിപ്പോ പറയാനുള്ളതെന്ന് വെച്ചാല് അവര് കുറച്ച് പേര് മാത്രം സ്റ്റേജിൽ വന്നവരുടെ ഫീഡ്ബാക്സ് പറയുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ കുറെ പേർക്ക് പേടി, സ്റ്റേജ് ഫിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ബുദ്ധിമുട്ടുകള്. പിന്നെ അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാത്തവരല്ലേ? അത്രയും വലിയ ക്രൗഡിനെ കാണുമ്പോ ഒന്നും ആരും പേടിക്കൊന്നും ചെയ്യില്ല. നിങ്ങളുടെ ക്ലാസ് ആണ്, നിങ്ങളുടെ ഫംഗ്ഷൻ ആണ്. അപ്പൊ നിങ്ങളാണ് സംസാരിക്കേണ്ടത്. അപ്പൊ ഫീഡ്ബാക്ക് വിളിക്കുന്ന സമയത്ത് വന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ 2 വാക്കാണെങ്കിൽ കൂടി നിങ്ങൾ സ്റ്റേജിൽ വന്ന് 2 വാക്ക് പറഞ്ഞിട്ട് വേണം ഒന്ന് പോകാനായിട്ട് കേട്ടോ എല്ലാവരും. ഷുവർ മാം. ഓക്കെ, നിങ്ങൾക്കൊരു അച്ചീവ്മെന്റ് അല്ലേ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്? അതെ മാം. അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് അവിടെ ആങ്കറിങ് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ സ്റ്റാഫുള്ള ഒരു കുട്ടിയാണ് ചെയ്തിരുന്നത്, സാൻഡ്ര എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് തലേ ദിവസമാണ് അത് എന്റെ തലയിലായിട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതും എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അത്രയും വലിയൊരു സ്റ്റേജിൽ ആങ്കറിങ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. പേടി ഉണ്ടായിരുന്നോ മാം? പേടിയൊന്നുമില്ല, പക്ഷെ പുള്ളി ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ എവിടെയെങ്കിലും ഒരു വിഷയം വന്നതിന് നമുക്ക് പ്രശ്നമല്ല. അത്രയും പേരുടെ മുമ്പിൽ എന്തെങ്കിലും തെറ്റ് വരാൻ പാടില്ലല്ലോ. പെട്ടെന്ന് തലേ ദിവസം അതൊക്കെ അറേഞ്ച് ചെയ്തത്. അപ്പൊ ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായുള്ളൂ.
പക്ഷെ ചെയ്യാൻ പറ്റിയ കുറച്ച് സമയം ഉണ്ടാവുന്ന പേടിയൊക്കെ അത് കഴിഞ്ഞ് മാറും. പിന്നെ അതാ പ്രോഗ്രാം മുഴുവൻ നമ്മുടെ കയ്യിലാണ്. നിങ്ങളെ ഡ്രസ് കോഡിങ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു സാരിയൊക്കെ. സാരി ടീച്ചേഴ്സിന് വേറെ, സ്റ്റാഫുകൾക്ക് വേറെ, ടെക്നിക്കൽ സ്റ്റാഫുകൾക്ക് വേറെ, അത് ഒരുപാട് ടീംസ് ഉണ്ട്. ഏകദേശം 100ഓളം സ്റ്റാഫുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സെപ്പറേറ്റഡ് ആയിട്ടുള്ള യൂണിഫോംസ് ആയിരുന്നു. അത് പക്ഷെ അത് ശരിയാണ്. തന്നെ ഈ ഓൺലൈൻ ആയിട്ട് സ്റ്റാഫുകൾ അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു സത്യം. ഇത്രയും ടീച്ചേഴ്സും ഒരു വലിയ ടീമാണ് സ്മാർട്ട് ശ്രീ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അത് കണ്ടപ്പോ. മാം ഞങ്ങക്ക് ഞാനും അതാട്ടോ പറയാൻ വന്നത്. വിശ്വാസം തമന്ന പറഞ്ഞത് തന്നെയാ ഞാനും പറയാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഓൺലൈൻ ആയിട്ടും ഇത്രയും സ്റ്റാഫ് ഉണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ ആണല്ലോ അത്രേ ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ ഇന്നലത്തെ ആ വീഡിയോ കണ്ടപ്പോ ആദ്യം ഞാൻ വിചാരിച്ച കുട്ടികളാണോ ആദ്യത്തെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് അത് കുട്ടികളായിരിക്കും. പിന്നീട് കുട്ടികളൊക്കെ വേറെ ഡ്രസ്സും നിങ്ങൾ ഓരോ ടീം വേറെ വേറെ സാരി എടുത്തിട്ട് അപ്പൊ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. അടിപൊളി കോർഡിനേഷൻ ആയിരുന്നു. അക്കാദമി തുടങ്ങിയിട്ട് കുറെ വർഷമായ സജ്ന, നമ്മള് ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്, ഇപ്പൊ ഞാൻ ക്ലാസ് ഇരിക്കുന്നത് നമ്മളിവിടെ സ്റ്റുഡിയോ മാത്രമാണ്, പിന്നെ ടെക്നിക്കൽ ടീമും ഉണ്ടാവും. ബാക്കി മറ്റു സ്റ്റാഫുകളൊക്കെ പല ബ്രാഞ്ചസിലാണ് ഉള്ളത്. പ്രോഗ്രാം വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു, അത്രേ ഉള്ളൂ. ഒരുപാട് ബ്രാഞ്ചസ് ഇതിന് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. സ്റ്റുഡൻസ് ടീമിന് അങ്ങനെ, പിന്നെ എന്താണ് ടെലികോളിംഗ്, അങ്ങനെ പല സ്റ്റാഫുകളുണ്ട്. ഏകദേശം 100 കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ആൺകുട്ടികളടക്കം 100 സ്റ്റാഫുകളടക്കം 100 കൂടുതൽ പേരുണ്ട്. പക്ഷെ സാറ് മാത്രം ഒരാളുള്ളൂ, ജോബ് സാറ് മാത്രമേ ഞങ്ങളുടെ ടീച്ചേഴ്സിൽ ഒരു സാറുള്ളൂ. സാർ എടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇംഗ്ലീഷ്? ഇല്ല മാം, ഇല്ല. ഇല്ല. മേഡം ഇത് എത്ര വർഷമായിട്ടുണ്ടാവും മേഡം തുടങ്ങിയിട്ട്? ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ 14 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ അക്കാദമിക്ക്. ഇത്രയും പോപ്പുലറൈസ് ചെയ്തത് ഇപ്പൊ ഒരു 4 വർഷം ആവുന്നേ ഉള്ളൂ. ഫസ്റ്റ് സെറമണി ആയിരുന്നു 5th ബാച്ചിന്റെ ആദ്യമായിട്ടാണ് ഞങ്ങൾ വെച്ചത്. ഇനി 5th ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനില്ല. ഇനി മോണ്ടിസോറി ഞങ്ങൾ ഇതുവരെ വെച്ചിട്ടില്ല. മോണ്ടിസോറിയാണ് സ്റ്റാർട്ടിങ്, അടുത്തത് മോണ്ടിസോറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈനിൽ പോലും ഇങ്ങനെ കിട്ടൂലെന്ന് തോന്നുന്നു മാം. എന്തോ അല്ല, ഓഫ്ലൈനിൽ പോലും ഇങ്ങനെ ഒരു ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങനെയല്ല, ഇത്രയും വലിയ മറ്റ് ഓൺലൈൻ സ്ഥാപനങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആരും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒന്നും പറയാനില്ല. അത്രയും നല്ല ഫംഗ്ഷൻ ആയിരുന്നു. സ്റ്റുഡൻസിന്റെ ഭാഗത്തായിക്കോട്ടെ എല്ലാവരും എന്താണ് ഒരു മൈനസ് പറയാനില്ല. ആദ്യമായിട്ടാണ് നമ്മളിത് നടത്തിയെങ്കിലും വളരെയധികം സന്തോഷത്തോടെയാണ് നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ സാധിച്ചത്. പിന്നെ നിങ്ങളെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടല്ലേ? അപ്പൊ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു അതൊക്കെ എല്ലാരും ചോദിച്ചു. പറഞ്ഞു പരിപാടിയൊക്കെ എൻട്രി ആപ്പിലുണ്ട്. ഓൺലൈനിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഓരോ സെറിമണി ആഘോഷിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഓക്കെ, മോണ്ടിസോറി ഞങ്ങളിലൂടെ തുടക്കം വെക്കാം മാം. നിങ്ങളപ്പോ സ്വപ്നം കണ്ടു ആ കോട്ടൊക്കെ ഇട്ട തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത് സ്വപ്നം കണ്ടായിരുന്നോ? ആ മാം, കണ്ടു. നല്ല രസം, നല്ല രസമുണ്ടായിരുന്നു. നമുക്കത് ആ സ്റ്റുഡൻസ് അവർ ആ സ്റ്റേജിൽ കയറി നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് തൊട്ടടുത്തൊന്ന് കാണാൻ, ഞാൻ ആഗ്രഹിച്ച് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര കണ്ണില് ഭയങ്കര തിളക്കമാണ്, സന്തോഷം. കണ്ണ് നിറയൊന്നുമല്ല, കണ്ണ് ചിരിക്കുകയല്ല, പക്ഷെ ഭയങ്കര എന്താ പറയാ, അതൊന്നും നമുക്ക് സ്പീച്ച്ലെസ് ആണ്. ഫുൾ ബോഡി ഭയങ്കര സന്തോഷത്തില്ല. പിന്നെ പ്രത്യേകിച്ച് 2-3 സ്റ്റുഡൻസ്, 2 കുട്ടികളുണ്ട്. ആ കുഞ്ഞു കുട്ടികളാ. ഒരു കുട്ടീനെ തോളിൽ എടുത്തിട്ട് ഒരു കുട്ടീനെ കൈക്ക് പിടിച്ചിട്ടാണ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ വന്നത്. അത് ഭയങ്കര നല്ലൊരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ കുഞ്ഞു കുട്ടികൾ എന്ത് രസമായിട്ട് വന്ന് വാങ്ങിച്ചെന്നത്. അവർക്ക് ഭയങ്കര സന്തോഷം. ആ കുട്ടിയുടെ അമ്മയ്ക്ക് ആ സ്റ്റുഡന്റിന് ഭയങ്കര സന്തോഷം. കുട്ടികളുടെ കൂടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പറ്റില്ല. പാരന്റ്സിന് മുന്നിൽ വലിയൊരു അംഗീകാരമാണ്. സാധാരണ എന്ന് വെച്ചാൽ ആ കുട്ടി കുറെ നാളുകളായിട്ട് വീട്ടിലുള്ള ഒതുങ്ങിയിരിക്കുക, ഒരു കോഴ്സ് പഠിക്കാതെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളെയൊക്കെ നോക്കിയിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു അവസരം വന്നത്. ആ ഒരു അവസരം ആ ഒരു സ്റ്റേജിൽ കൊണ്ടുവന്ന് ആ കുട്ടി എത്തിച്ചു.
എന്താണ് അതൊക്കെ ഞാൻ പറയുകയും ചെയ്തു. വളരെയധികം സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് സന്തോഷം. എവിടെ നിന്നൊക്കെ കുട്ടികൾ വന്നെന്ന് പറയാം, കോഴിക്കോട്, തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട്, എല്ലാവരും എത്തി. പാരന്റ്സ് അടക്കം ഒറ്റയ്ക്ക് വന്നവരുണ്ട് കേട്ടോ, കുട്ടികളായിട്ട് വന്നവരുണ്ട്. താമസിച്ച് ഒന്നുകൂടെ ഒന്നുകൂടെ കേൾക്കാൻ ആഗ്രഹം. ഇതൊക്കെ കേട്ടപ്പോ ഞാൻ താമസിച്ചു പോയി മാം. അല്പം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമെങ്കിൽ സന്തോഷമായിരിക്കും. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നമ്മള് മറ്റേ ഗ്രാജുവേഷൻ സെറമണിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ. കണ്ടായിരുന്നോ ജോളി സ്റ്റാറ്റസ് ഒക്കെ? കണ്ട് പറയുന്നത് കേട്ടോണ്ടോ ഒന്നുകൂടെ കേൾക്കാൻ ആഗ്രഹത്തിന് ഞാൻ ലേറ്റായി. പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്കും അതേ ഒരു എന്താണ് ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടണം, ആ ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവര് സ്റ്റുഡൻസ് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, നല്ല വണ്ടർഫുൾ ആയിരുന്നു മാം. വളരെ സന്തോഷമുണ്ട് അത് കണ്ടപ്പോഴേ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് പ്രെയർ ഒന്നും തുടങ്ങിയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. വന്നപ്പോൾ തന്നെ ഗ്രാജുവേഷൻ കാര്യത്തിലായിരുന്നു സംസാരം മുഴുവൻ. ഓക്കെ, ആരാണ് പ്രെയർ പാടുന്നത്? ഓക്കെ, വിശാലവർക്കം 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 someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid, we are not afraid, we are not afraid someday. Oh, deep in my heart, I do believe we shall overcome someday. We are not alone, we are not alone, we are not alone today. Oh, deep in my heart, I do believe we are not alone today. Truth will make us free, truth will make us free, the truth will make us free someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk in hand in hand, we will walk in hand, we will walk in hand someday. Oh, deep in my heart, I do believe we shall overcome someday. The Lord will see us through, the Lord will see us through, the Lord will see us through someday. Oh, deep in my heart, I do believe we shall overcome someday. Black and white together, black and white together, black and white together someday. Oh, deep in my heart, I do believe we shall overcome someday. We shall all be free, we shall all be free, we shall all be free someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Okay, next. സൈനിങ് പറയട്ടെ മാം. Good morning all. I am Masrifa from Kasaragod, signing into the class, hoping today we will be able to get best as always. First of all, I welcome Adira ma'am to the class, and I welcome all my dear ones to the next part of our journey. Today I had prepared a PPT presentation of our Mother India. India holds a special place in my heart, and that's why I selected this topic. Ma'am, ഒരു PPT presentation ആണ്. Okay. India is the Republic, independent country. It is located in South Asia and it is the 7th largest country. The capital of India is New Delhi. കുറച്ചുകൂടി നേരെ പഠിക്കോ? Indian flag.
The Indian flag of India is a tricolor flag, which includes deep saffron at the top, white in the middle, and a dark green at the bottom. In the middle, there is Ashoka Chakra, Tiranga, specified the country's courage, sacrifice, peace, and truth, faith, and chivalry. The national animal of India is the Bengal tiger. It serves as proud symbol of our country's wildlife. Peacock is the national bird of India. It is the most auspicious animal that embodies our country's fauna. Banyan tree is the national tree of the India. It is the symbol of the sovereignty of the India. The 4 lions stand on the short cylindrical box that has 4 Ashoka Chakra corresponding to each lion, burst and rehabit of our 4 more animals in between: lion, bull, elephant, horse. National fruit of India is mango. Indian currency is the Indian rupee. 1 rupee consists of 100 paisa. The national sport of India is hockey. Hockey contributed many Olympic medals to the nation. National flower is lotus. It is the sacred flower. Ganga is the national river of India. It is the most important and iconic river in India. Vande Mataram was written by the Bankim Chandra Chatterjee. Is the national song of India. I praise the motherland. It is the meaning of the Vande Mataram. The song Janaganamana is composed originally in Bangla by Ravindranath Tagore and was adopted in its Hindi version and is selected as National Anthem of India by January 24, 1950. As we all know, father of our nation is Mahatma Gandhi. Gandhiji is our father of nation. He introduced non-violence called Satyagraha, which is vital part of Indian independence. Thank you, ma'am. Okay. Quote of the day പറഞ്ഞോട്ടെ മാം? Yes. Quote of the day. I am Fatima Nafla from Malappuram. I wake up in every morning believing today is going to be better than yesterday. William Smith. Okay. പേരെന്താണോ? മസ്രീഫ എന്നാണോ? Masrifa, ma'am. Masrima, very good presentation. തന്നെ Thank you, ചെയ്തതാണോ? ma'am. തന്നെ ചെയ്തത്. തന്നെ ചെയ്തതാണ്. ടീച്ചറോട് സജഷൻ പറഞ്ഞോട്ടെ? ഓക്കെ, നമ്മളുടെ ഇപ്പൊ ഫാദർ ഓഫ് നേഷൻ നമുക്ക് ഫസ്റ്റ് കാണിക്കായിരുന്നു അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ കേട്ടോ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല ഫോട്ടോയാണ്. അപ്പൊ ബാക്കി സ്റ്റുഡൻസ് ഇതുപോലെ ചെയ്യാട്ടോ കിട്ടുന്ന അവസരങ്ങളില്ലേ. ഇതിപ്പോ ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞിരുന്നോ മസ്റ്റിഫ? ടീച്ചേഴ്സ് ആരെങ്കിലും? ഇല്ല മാഡം, അങ്ങനെ ആരും പറഞ്ഞില്ല. എനിക്ക് പണ്ടേ ഈ പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. പഠിക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല. ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തതാണ്. ഓക്കെ, അതെ മാം. ഒന്നുകൂടി കാണിച്ചാല് ശരിയാവോ സിന്ധു? സമയം പോകില്ലേ? കാണാൻ പറ്റിയില്ലേ? റെക്കോർഡ് ക്ലാസ്സസ് കണ്ടാൽ മതി കേട്ടോ. ഞാൻ വീഡിയോ ഗ്രൂപ്പിലിടാം മാം. ഗ്രൂപ്പിലിട്ട് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, നല്ല എഫേർട്ടാണ് കേട്ടോ. താങ്ക് യു മാം. ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതാണോ? ഞാന് കഴിഞ്ഞ വീക്കിലായിരുന്നു എനിക്ക് ഇത് പ്രസന്റ് ചെയ്യാനുണ്ടായ സൈനിന്, പക്ഷെ അന്ന് ചെയ്യാൻ പറ്റിയിട്ട് എന്തോ ഇറർ ആയോണ്ട് അങ്ങനെ ഏതെങ്കിലും ടോപ്പിക് അങ്ങനെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ടോപ്പിക് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. നമ്മുടെ ആർട്സിനെ കുറിച്ചിട്ട്, അതായത് കേരളത്തിലെ തനതായ കലകളെ കുറിച്ചിട്ട് ഒരു PPT ചെയ്തത് കേട്ടോ. ഓക്കെ മാം. പറ്റുന്ന സമയം ഇപ്പൊ തന്നെ ഒന്നും ചെയ്യാനല്ല, ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ചെയ്താൽ മതി. ഓക്കെ മാം. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും വെള്ളിയാഴ്ചയാണ് ഉള്ളതല്ലേ ക്ലാസ്? 8 വെള്ളിയാഴ്ചയല്ലേ ഉണ്ടാവുന്നത്? ആ ഏതെങ്കിലും ഫ്രൈഡേ ഒന്ന് റെഡി ആക്കി വെച്ചാൽ മതി കേട്ടോ.
ഓക്കെ സമയം മാം. കിട്ടുന്നത് പോലെ. ഞാനത് ചെയ്യാൻ നിർബന്ധിക്കുകയല്ല, ഒരു ടോപ്പിക് തന്നുള്ളൂ. ഇല്ല മാം, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ടോപ്പിക്കാണ് PPT പ്രസന്റേഷൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പോ താങ്ക് യു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്? അതെ മാം, കഴിച്ചു മാം. മാം കഴിച്ചോ? ആ, കഴിച്ചു. ഹായ് ജ്യോതി. ജ്യോതി ഹായ് മാം. വരുന്നുണ്ട് കൺവോക്കേഷൻ സെറമണി വെച്ചാല്. ജ്യോതി പാലക്കാട് എന്തായാലും എത്തും. ഞാൻ എന്തായാലും എത്തും. എനിക്ക് എല്ലാവരിനെയും കാണണം. ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കറങ്ങാൻ പോണത് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വരും. ഞാൻ എവിടെയും പോയിട്ടില്ല. ഞാൻ അങ്ങനെ വരാൻ പറ്റുകയാണെങ്കിൽ ആ അവസരം മിസ് ചെയ്യേയില്ല. എന്തായാലും വരും. എല്ലാ മിസ്സും വളരെ സുന്ദരികളായിരുന്നു. ഫോട്ടോസ് കണ്ടായിരുന്നു, വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടു. ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുന്ന സന്തോഷമാണ്. അതാണ് സുന്ദരി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നത് കേട്ടോ. എന്റെ കൂടെ STയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സീനിയർ ആയിട്ടൊരു ചേട്ടനാണ് കേട്ടോ. അതിലിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ കണ്ട ഉടനെ എനിക്ക് മെസ്സേജ് വന്നു, ഇതിൽ ആരെങ്കിലും കല്യാണം കഴിക്കാത്തതുണ്ടോ? ഞാൻ പറഞ്ഞു അയ്യോ ഇല്ല, എല്ലാരും ഓൾമോസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നിയാണ് എല്ലാരും മാരീഡ് ആണ്. അതാ ചേട്ടൻ ചോദിച്ചു ഞാൻ നോക്കുന്നുണ്ട്, എല്ലാരും കൊള്ളാമെന്ന്. അപ്പൊ എനിക്ക് ചിരി വന്ന് സ്റ്റാറ്റസും ഇട്ട് ടീച്ചേഴ്സ് കേൾക്കണം. എല്ലാരും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. മാഷാ അല്ലാ. എന്താ പറയാ, ആ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്ന ടീച്ചർമാർ ആരാണ് എന്നൊക്കെ തെരഞ്ഞു നോക്കി എല്ലാവരെയും ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് കാണാൻ കിട്ടി. അതേ വലിയ ഒരു ഇതുപോലെ തോന്നി. പക്ഷെ ഇവിടെ കാണുന്നതിനും അവിടെ കാണുന്ന നിറയെ ഡിഫറെന്റ് ഉണ്ട്. എല്ലാവരും നല്ല രസമായിരുന്നു കാണാൻ. എന്തോ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് നോക്കണ പോലെ ഒരു ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ വീഡിയോ കാണുമ്പോൾ. സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ട് എന്നിട്ട് ഞാൻ ജിഷ മാമിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മാം എല്ലാ ടീച്ചർമാരും സൂപ്പറായിരുന്നു പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സത്യം, നിങ്ങളുടെ ഒന്നും നമ്പർ ഇല്ലാത്തത് നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ് മിസ്. സത്യം, ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ മെസ്സേജ് സൗകര്യമില്ല ഞങ്ങളെ കൊണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഇതേപോലെ അശ്വതി മിസ് ആയാലും അപർണ മിസ് ആയാലും ഒക്കെ. സത്യം. പിന്നെ ഫീസ് വാങ്ങിക്കുന്ന ആ രേഷ്മ മാമിനും ഞാൻ വിട്ടുവെച്ചിട്ടില്ല. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു മാം എല്ലാവരും സൂപ്പറായിരുന്നു പറഞ്ഞിട്ട് അവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്റ്റാഫുകളുടെ ഡാൻസ് കണ്ടിരുന്നോ? സ്റ്റാഫ്, സാറ്, മേഡം എല്ലാവരും ലാസ്റ്റ് ഞങ്ങൾ രേഷ്മ മാം ആ ഡാൻസിന്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. പിങ്ക് സാരിയാണോ? സ്റ്റാഫ്, നമ്മുടെ ടെക്നിക്കൽ സ്റ്റാഫുകൾ പിങ്ക് സാരി, താഴെ സ്റ്റേജിന് താഴെ ഇറങ്ങിയതല്ലേ ഡാൻസ്? ഷെറീന മിസ് കണ്ടില്ലല്ലോ. ഷെറീന മിസ് വന്നില്ലേ? ഇല്ല മിസ്, ഞാൻ പറഞ്ഞത് ലീവിലാണ് മിസ്. നിങ്ങൾ അയച്ച മെസ്സേജ് എന്നുള്ള മിസ്സിനെ അയച്ചു. മിസ്സിന് ഭയങ്കര സന്തോഷം. മെസ്സേജ് ചെയ്തപ്പോ ഭയങ്കര വിഷമമായിരുന്നു മിസ്സിന് എത്തിപ്പെടാൻ പറ്റാത്തത്. നമ്മൾ മോണ്ടിസോറി ആവുമ്പോഴേക്കും നോക്കാം മിസ്സിന്റെ കാര്യം. സമയമുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും വരാൻ പറ്റാത്തവരുണ്ടോ? ദൂരെ ആയിരിക്കും ആരെങ്കിലും ഉണ്ടോ? ഇല്ല മാം, ആ സമയത്ത് നാട്ടിലുണ്ടാവോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ട്. വേറെ എവിടെയാ മാം സ്ഥലം? പ്ലേസ് എവിടെയാ വരിക? നോർത്ത് പറവൂരാണ്. എറണാകുളത്താണ്. ഞാൻ ചോദിക്കട്ടെ, ദക്ഷിണ മൂകാംബിക എന്ന് കേട്ടിട്ടുണ്ടോ? ദക്ഷിണ മൂകാംബിക കേട്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എറണാകുളത്താണ്, പട്ടിമറ്റം പറയും. ഞാൻ എന്തായാലും എത്തും. ദക്ഷിണ മൂകാംബിക അടുത്ത ലൊക്കേഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ് പാലിയം കൊട്ടാരം, പാലിയം കേട്ടിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ പാലിയത്തച്ഛനെ കുറിച്ച്? ഓക്കെ, അതൊക്കെ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ വന്നാല് കാണാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന സ്റ്റുഡൻസ് മിക്കവരും കുറെ പേരൊക്കെ തലേ ദിവസം വന്ന റൂമൊക്കെ എടുത്തിട്ടാണ് പിറ്റേ ദിവസം വന്നത്. ഫാമിലി കുഞ്ഞു കുട്ടികളുള്ളത്. അന്ന് കിട്ടിയവരുണ്ട്, പിന്നെ ലേറ്റ് ആയിട്ട് ഉച്ചയായ ഒരു ടൈമിലൊക്കെ കിട്ടിയവരുണ്ട്. നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണെന്ന് നോക്കിയിട്ട്. നഫിലേനെ സമ്മതിക്കില്ലേ വീട്ടിലെ? നഫില സമ്മതിക്കാതൊന്നുമില്ല മാം. പിന്നെന്താ? അല്ല, ഈവനിങ് ആവുന്നുണ്ട്. നമുക്ക് തിരിച്ചിങ്ങോട്ട് പോരേണ്ട ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമോ എന്നൊരു സംശയം. ഒറ്റയ്ക്കാണോ വരുന്നത്?
അല്ല ഹസ്ബൻഡ് ഉണ്ടാവും, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് വരാനൊന്നും വെക്കില്ല. നിങ്ങൾ ട്രിപ്പ് പോകണമെന്നുള്ള ഒരു മൂഡിലേക്ക് പോകുന്നതാണോ ഫാമിലി ആയിട്ട്? എല്ലാവർക്കും ഞാനത് കൂടി ഒരു പറയാൻ ക്ലാസ് തുടങ്ങുമായിരുന്നു. എടുക്കാം. ട്രിപ്പ് പോണ മൂഡിൽ ഇവിടെ പോകാന്ന് പറയാൻ തുടങ്ങുമായിരുന്നു. ഇവിടെ എല്ലാരും അടുത്തുള്ളവരാ, ഞാൻ മാത്രമോ വയനാട്ടിലുണ്ടോ? അയ്യോ അടുത്തൊന്നല്ല, വയനാട് ഒരുപാട് ദൂരെയാണ്. ചെറിയ അങ്ങനെ മക്കൾക്കുള്ള അടുത്തല്ലല്ലോ ഞങ്ങൾ വയനാട്. കണ്ണൂരാണ്. ഞാൻ ഞാനും കണ്ണൂർ കണ്ണൂരാണ്. ഓരോ കാസർഗോഡാണ് മാം. ജില്ലക്കാരും ഒരുമിച്ച് പോയാ മതി മാം, അതല്ലേ നല്ലത്. നിങ്ങൾ എന്തായാലും ആ ഒരു ദിവസം വരുന്ന സമയമാവും നിങ്ങൾക്ക് അതൊക്കെ വരാൻ പറ്റും. നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കേ കേട്ടാ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ സ്റ്റുഡൻസിന്റെ കുറെ പാരന്റ്സ് ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയും കൂടെ വന്നവരുണ്ട്, ഹസ്ബൻഡായിട്ട് വന്നവരുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞ ഹസ്ബൻഡ് ഒക്കെ വന്ന് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. അവർക്കും ഭയങ്കര അഭിമാന നിമിഷം. അപ്പൊ അവരുടെ മനസ്സിൽ ഒരാൾ ഭയങ്കര അഭിമാനം കണ്ണു നിറയുന്നുണ്ടായി, ഒരു കുട്ടിയുടെ സ്റ്റുഡന്റിന്റെ ഹസ്ബൻഡ്. എനിക്കിങ്ങനെ ഫ്രണ്ടിൽ നിന്ന് എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുള്ളൂ, ഞാൻ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആള് കണ്ണൊക്കെ നിറഞ്ഞ്, എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇതുവരെ വിടാതെ ഇരുന്നിട്ട് അങ്ങനെ ഒരു അവസരം വന്നപ്പോ പഠിപ്പിക്കാൻ കിട്ടായിരിക്കും ചിലപ്പോ ആളെ ടീച്ചർ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ചിലപ്പോ ലേറ്റ് ആയി പോയതുകൊണ്ടാണോ അല്ലെങ്കിൽ സന്തോഷം കൊണ്ടാണോ കരയുന്നതെന്ന് അറിയില്ല, കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര സന്തോഷമൊക്കെ ആൾക്ക് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ട്. അപ്പൊ ആ കുട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് മറ്റേ നമ്മുടെ ആ ഫ്ലറിഷിംഗ് സാധനമില്ലേ, പൊട്ടിച്ച് എന്ന് പറയും നമ്മള്, അതിങ്ങനെ പൊട്ടി തരുമ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പൊ തന്നെ ചിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ പലരും പാരന്റ്സ് അച്ഛനമ്മ വന്നത് കൂടെ ഉണ്ടായവരൊക്കെ ഓരൊക്കെ ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് തൊപ്പിയൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്തൊക്കെ കരയുന്നുണ്ടായിരുന്നു. കുറെ പേർക്ക് ഒരുപാട് ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്, ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ലത്. ഞങ്ങൾ ആ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടില്ല, ഫിഫ്ത് ബാച്ച് എനിക്ക് അറിയില്ല, എക്സാം ഡ്യൂട്ടിക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരെല്ലാവരും എല്ലാ ടീച്ചേഴ്സിനും ഒരേപോലെ തന്നെയാണ് കണ്ടതും സംസാരിച്ചതൊക്കെ. എല്ലാവരും ലാസ്റ്റ് ആയ പിള്ളേർക്ക് വളരെ വിഷമമായിട്ടാണ് പിരിഞ്ഞത്. അവരുടെ കൂട്ടുകെട്ട് തന്നെ അവർ ആദ്യമായിട്ട് കണ്ടില്ല, എല്ലാവരും പല ജില്ലയിലാണ്, റോഡിൽ വന്ന കുട്ടികളും ഉണ്ടായിട്ടുണ്ടായിട്ടോ. അപ്പൊ അവർക്കും പോകുന്ന സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു. എല്ലാ ഫീലിങ്സും അവിടെ കാണാൻ പറ്റി, സന്തോഷം, സങ്കടം, എന്താ പറയാ, എക്സൈറ്റ്മെന്റ് ഒക്കെ ആയ ഒരു നിമിഷമായിരുന്നു ആ ഒരു ഫുൾ ടൈമിന്. പിന്നെ ഞങ്ങൾ ഏത് മന്താ ഉണ്ടാവുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം? അവർക്കൊന്നും കളിക്കാൻ വേണ്ടി, ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരു കുറച്ച് സമയം അവർക്ക് വേണ്ടി സമയം കൊടുത്തു, ഒരു പാട്ടം ഇട്ട് കൊടുത്തു. അവരെല്ലാവരും നല്ല സൂപ്പർ ആയിട്ട് ഡാൻസ് കളിച്ചു. എല്ലാവരും സ്റ്റേജിലേക്ക് ഒന്നില്ല, താഴെ തന്നെ നന്നായിട്ട് കളിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് അതിലും നല്ല മനോഹരമായ ഒരു ദിവസം ഉണ്ടായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാം ഏത് മന്താ ഈ പ്രോഗ്രാം ഉണ്ടാവുക ശരിക്കും? ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, വരാൻ പറ്റുമോ ഇല്ലയോ, ഭയങ്കര ടെൻഷനിലുള്ള. പിന്നെ ഞാനൊരു കാര്യം പറയാം, അന്നത്തെ പ്രതീക്ഷകള് നമ്മളെ വിഷമത്തിലേക്ക് എത്തിക്കും, അത് നിങ്ങൾ സഹിക്കണം. തമാശ പറഞ്ഞാണ് കേട്ടോ. നിങ്ങള് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കണ്ട, പക്ഷെ നിങ്ങൾ ആ ഒരു സമയത്ത് ഇവിടെ എത്തിച്ചേരും എന്നുള്ളത് സത്യമാണ്. അധികം ആഗ്രഹിച്ചത് കിട്ടില്ല. എനിക്കറിയാം, നിങ്ങൾ ഒരാള് പോലും ഇത് വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും എന്താണ് എത്തിച്ചേരണമെന്ന് തന്നെയാണ്. ഓക്കെ, മെസ്സേജ് ആൾക്കാർ നോക്കുന്നത് എല്ലാവർക്കും നടക്കും. നിങ്ങളപ്പോ അതെന്താണ് അമിതമായി ആഗ്രഹിക്കാതെ ആ ഒരു ദിവസത്തിന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുള്ളൂ. പഠിക്കാനുണ്ട്, എക്സാം വരുന്നുണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട്, വൈവ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റത്തെ കടമ്പയാണ് എന്ത്, ഗ്രാജുവേഷൻ സെറമണി അല്ലെ. അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നതുണ്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് അതിലേക്ക് എത്തിച്ചേരും. ആ ഒരു ഫ്ലോയിൽ അതുപോലെ തന്നെ പോട്ടെ. അപ്പൊ ക്ലാസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം, പഠിക്കാനുള്ള ഭാഗങ്ങൾ പഠിക്കുക, പരീക്ഷ വരുമ്പോൾ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാം. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ആരും ചെയ്തു കൊടുക്കുക. ഓക്കെ, പിന്നെയൊക്കെ ദൈവത്തിന്റെ അല്ലേ, അങ്ങനെ വിചാരിക്കാം. ഇന്ന് ശ്രീജ കയറിയിട്ടില്ലേ ക്ലാസ്സില്? തൊണ്ണൂറ് സ്റ്റുഡൻസ് ഉണ്ടോ നമ്മുടെ ക്ലാസ്സില്? അതിൽ അതിലും കൂടുതലുണ്ട് കൂടുതലുണ്ട് മാം. കൂടുതലുണ്ട് മാം, ഇത് കുറവാണ്. അതിൽ കൂടുതലുണ്ട്. വെക്കേണ്ടി വരുമോ? 108 ആ ഒരു നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ആദ്യമൊക്കെ 200 above ഉണ്ടായിരുന്നു മാം. പിന്നെ കുറഞ്ഞു വന്നു. ഇപ്പോ 90, ഓൾമോസ്റ്റ് 90 ഒക്കെ എത്താറുള്ളൂ ക്ലാസ്സില്, ഡെയിലി ക്ലാസ്സില്. പിന്നെ ഓഫ്ലൈനിൽ നമ്മുടെ ബാച്ചിന് ഇപ്പൊ കഴിഞ്ഞ സെറമണിയിൽ ഫിഫ്ത് ബാച്ച് 155 കുട്ടികളുണ്ടായിരുന്നു.
നിങ്ങളൊന്ന് ആലോചിക്കും 185 പേരുടെ പേര് വിളിച്ച എന്റെ അവസ്ഥ ആലോചിച്ചു. എത്ര സമയം നിന്ന് വിളിക്കേണ്ടതാണ്. അതിൽ പലരുടെയും പേര് കുറെ പേരുടെ കുറച്ച് നീട്ടുള്ളത് അതൊന്നും വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പലതും വിളിച്ചതൊക്കെ മാറിയൊക്കെ വിളിച്ചത് പേരുകൾ. നിങ്ങൾ പറയുന്ന ചില ജില്ലകളിൽ പേര് പറയുന്നതിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ നല്ല രസമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കോൺവെക്കേഷന്റെ മേം ഞങ്ങളുടെ പേര് വിളിച്ച് ക്ഷീണിക്കും. 100-200 പേര് വിളിച്ച് വൈവയൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായില്ലേ? വൈവ ഉണ്ടാവും. വൈവ ഉണ്ട്, പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. വൈവയൊക്കെ ഓഫ്ലൈൻ ആണോ മാം? അതേ നമ്മൾ അവിടെ വരണോ? ഇവിടെ വരണം. നമുക്കിതൊക്കെ ചെയ്യാം. സമയമുണ്ട്. നമുക്ക് പോർഷൻസ് വയ്ക്കാലോ. അയ്യോ വരാൻ പറ്റാത്തവരപ്പൊ എന്ത് ചെയ്യും മാഡം? അതൊക്കെ എന്റെ വീട്ടുകാരെ ഇതൊക്കെ സംശയമാണ്, ടെൻഷനാണ്, എക്സൈറ്റ്മെന്റ് ആണ്, എല്ലാ വികാരങ്ങളും ഒരുമിച്ച് ചേർന്ന ഒരു ബാച്ചാണ്. എല്ലാ സബ്ജക്റ്റിനും വൈവ ഉണ്ടോ മാം? നിങ്ങൾ പച്ചയായ മനുഷ്യരാണ് മാം. എല്ലാ സബ്ജക്റ്റിനും വൈവ ഉണ്ടോ? എല്ലാ സബ്ജക്റ്റിനോ? ഇല്ല, ഒരൊറ്റ വൈവ ഉണ്ടാവുള്ളൂ. അതെങ്ങനെയൊക്കെയാണെന്ന് എക്സാം എടുക്കുന്നതിനും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഇരിക്കുക കേട്ടോ. ഏത് ടോപ്പിക് ഇട്ടാലും ഞങ്ങൾക്ക് കുറെ പറയാണ്ടാവും മാം. ഓക്കെ, നമ്മൾ യൂണിറ്റ് 4 എടുക്കുവാണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. മറ്റേ ചാപ്റ്റർ തീർന്നല്ലേ? യൂണിറ്റ് 3 ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയതാണോ? പിന്നെ മാം അതിന്റെ മോക്ക് ടെസ്റ്റ് ഭയങ്കര ടഫായിരുന്നു മാം. ഒന്നും മനസ്സിലായില്ല എനിക്ക്. ഞാൻ ഫസ്റ്റ് എഴുതിയതിൽ എനിക്ക് 6 കിട്ടിയുള്ളൂ. 3 പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്ക് 14 കിട്ടിയത്. കിട്ടില്ല, ലാസ്റ്റ് കിട്ടില്ല. അറ്റൻഡ് ചെയ്ത് കിട്ടില്ല. അതെ ലാസ്റ്റ് 14 കിട്ടി. പരിശ്രമിക്കലും കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സൈക്കോളജി അല്ലേ? അത്ര ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റുമോ? ഞാൻ പഠിക്കാണ്ട് അറ്റൻഡ് ചെയ്തിട്ട് 9 മറ്റേ ശരിയായിട്ടുണ്ടായിരുന്നു മാം. പിന്നെ പഠിച്ചിട്ട് ഞാൻ പറയട്ടെ, സൈക്കോളജി ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. നേരെ ചോദിക്കില്ല. മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു പിടുത്തമില്ലാത്തൊരു പരിപാടി ഇല്ലേ അത്. മനസ്സിൽ എന്തൊക്കെയാ ചിന്തിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ചോദ്യങ്ങൾ ആ ഒരു തെറ്റിയ ക്വസ്റ്റ്യൻസ് പക്ഷെ തെറ്റിയ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടല്ലോ, പിന്നീട് നമ്മളൊന്ന് പഠിച്ചിട്ട് നോക്കുമ്പോഴുണ്ടല്ലോ അതില് ഓപ്ഷൻസേ വേണ്ട. ആൻസർ പെട്ടെന്ന് ബൈഹാർട്ട് ആവുന്നുണ്ട്, പെട്ടെന്ന് മനസ്സിലാവും, ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്ത് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് മാറ്റാൻ അറിയാവോ? അങ്ങനെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതായത് ഒരു ചോദ്യം കാണുന്ന സമയത്ത്, ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത്, ഫാദർ ഓഫ് സൈക്കോളജി അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എന്താണ്, ഇപ്പൊ 4 പേര് കൊടുത്തിട്ടുണ്ട്. അതില് 3 പേര് ഓൾറെഡി അല്ല എന്നുള്ളത്, അല്ലെങ്കിൽ 2 പേര് ഓൾറെഡി അല്ല എന്ന് നമ്മൾ കൺഫേം ചെയ്യും അല്ലെ? നമ്മൾ അതല്ല, ആ 2 പേര് സൈക്കോളജിയുടെ ഫാദർ അല്ല എന്ന് കൺഫേം ചെയ്ത് ആ ഉത്തരങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ മനസ്സുകൊണ്ട് എലിമിനേറ്റ് ചെയ്യും. പിന്നെ എന്താണ്, ഉത്തരത്തിലേക്കുള്ള വഴിയാണ്. പിന്നെ 2 ആൻസേഴ്സ് അവിടെ കിടക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ അതൊന്നും കൂടി മനസ്സിൽ ഇട്ടൊന്ന് ട്രൈ ചെയ്യാം. ആൻസേഴ്സ് ലിങ്ക് ആവുന്നുണ്ടോ? ആൻസറിലത് കൃത്യമായിട്ട് എത്തിച്ചേരും. അങ്ങനെ ചെയ്ത് പഠിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആണ് കേട്ടോ. ആൻസറുകൾ എലിമിനേറ്റ് ചെയ്ത് പഠിക്കണം. ഇതൊരു നല്ല ടെക്നിക്കാണ്. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ 4 ഓപ്ഷൻസിൽ കിടന്ന് എന്താണ് നമ്മൾ ഇങ്ങനെ തപ്പിത്തളയും. സമയം പോകും. അതൊക്കെ എന്താണ് ബുദ്ധിമുട്ടാണ്. അത്രയും സമയം ഒരു ക്വസ്റ്റ്യന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടില്ല. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്യുന്ന വഴി എന്താണ്, നമുക്ക് നേരിട്ട് ഓപ്ഷനിലേക്ക്, ബാക്കിയുള്ള ഓപ്ഷൻസ് കഴിയുമ്പോൾ എന്താ നമുക്ക് നേരെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. എന്താണ് മാം പറഞ്ഞത് പറയാമോ? നെറ്റ് ഇഷ്യൂ കാരണം ക്ലിയർ ആവുണ്ടായില്ല. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. സൈക്കോളജി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ 2-3 പ്രാവശ്യം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പൊ പലരും പറഞ്ഞില്ലേ, ഇപ്പൊ ആദ്യം തെറ്റി 2-3 പ്രാവശ്യം വായിച്ചതിന് ശേഷമാണ് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നതിലുള്ള ഒരു മിസ്റ്റേക്ക് ആണ് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത്. പിന്നെ പറഞ്ഞ എന്താണ്, ഒരു ഓപ്ഷൻസ് കാണുന്ന സമയത്ത് നമുക്കറിയാത്ത ഉറപ്പല്ലോ, അതായത് അതിലല്ല ആ ഓപ്ഷൻസ് അല്ല എന്നുള്ളത് മനസ്സിലാക്കി. നമുക്ക് ആ 2 ഓപ്ഷൻ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 2 നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയാം, അതായത് മാറ്റി കളയാം. ഓക്കെ, പിന്നുള്ള 2 എന്താണ്, ആ 2-ൽ 1 ആൻസർ ആണ് അല്ലെ? അത് ഉറപ്പാണ്. നമുക്ക് അതിൽ 1 ആൻസർ ആണ് നമുക്ക് ഉറപ്പാണ്. അങ്ങനെ ഉറപ്പായിരിക്കണം. നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കണം.
ഓക്കെ. പിന്നെ നമ്മൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെ ഈ മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്ന സമയത്ത് ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യാം. പിന്നെ എക്സാം ആവുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ അതിൽ പ്രിപ്പയർഡ് ആവും. പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ആ ഒരു ടെക്നിക്ക് ഒന്ന് ഉപയോഗിക്കണം കേട്ടോ. മോക്ക് ടെസ്റ്റ് 1 ടൈം ആണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യാറ്? അല്ലല്ല, നമുക്ക് ചെയ്യാം. പിന്നെ പഠിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. മോക്ക് ടെസ്റ്റുകൾ പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസുകൾ എഴുതി വെക്കുന്നവരാണെങ്കിൽ നല്ല കാര്യം, അല്ലാത്തവരാണെങ്കിൽ അത് നോക്കി ചെയ്താലും മതി. എഴുതി വെക്കലുണ്ട്. എഴുതി വെക്കുമ്പോൾ നമ്മൾ മറക്കില്ല. നമ്മൾ പിന്നീട് അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ പറ്റും. നമ്മളൊരു കാര്യം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് ആ കാര്യം നമുക്ക്, പ്രത്യേകിച്ച് സൈക്കോളജി തിയറിയിലൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റ് തിയറീസ് ഒക്കെ പഠിച്ചില്ലേ? അതിലിപ്പോ കുറെ സ്റ്റേജസ് ഒക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാവും. കാരണം എന്താണ്, ചാപ്റ്റർ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, പിന്നെ അത് തൊട്ടിട്ടില്ല. ഇനി എക്സാം ആവുന്ന സമയത്തായിരിക്കും നിങ്ങൾ തൊടാൻ പോകുന്നത്. പക്ഷെ അതിങ്ങനെ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യണമെങ്കിൽ എന്താ, നമുക്കത് ഓർമ്മയുണ്ടാവും. എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മെമ്മറിയിൽ അധികം സമയം എന്താണ്, കുറെ കാര്യങ്ങൾ ഇങ്ങനെ തങ്ങി നിൽക്കില്ല. പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ടത്, റിവൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്ത് വീണ്ടും 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 വായിച്ചുകൊണ്ടിരിക്കണം. കിട്ടുന്ന സമയങ്ങളൊക്കെ എഫേർട്ട് എടുക്കാം. മാം അത് ഇതിൽ തന്നെ ഉണ്ടാവില്ലേ ക്ലാസ് കഴിയുന്നവരെ മോക്ക് ടെസ്റ്റ്? ഒരു ചാപ്റ്റർ കഴിയുമ്പോഴാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ഇടുന്നത്. അങ്ങനെയാണ് കേട്ടോ. അങ്ങനല്ല മാം, ഈ ഇതില് തന്നെ ഉണ്ടാവില്ലേ? നമുക്ക് എപ്പം വേണേലും കിട്ടൂല ക്ലാസ് കഴിയുന്നതിന്റെ ഇടയ്ക്ക്? കിട്ടണില്ലെന്നാണെങ്കിൽ നമ്മൾ ടെക്നിക്കൽ ടീമിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇല്ലാത്തതാണെങ്കിൽ അവർ ഇട്ട് തരും. നമുക്ക് കിട്ടുന്നില്ല എന്നാണെങ്കിൽ അവര് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരും കേട്ടോ. ഓക്കെ. ക്ലാസ് റൂമിൽ എന്തായാലും ചെക്ക് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ യൂണിറ്റ് 4 ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ചെറിയൊരു ഡ്രൈ പോർഷൻ ആണ്, എങ്കിലും നമുക്ക് മനസ്സിലാവും കേട്ടോ. മനസ്സിലാക്കണം. നിങ്ങൾ ആസ് എ ടീച്ചർ ആവാൻ പോണല്ലേ. എന്താണ് കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ് നമ്മൾ അതിനെ പറയുന്നത്? വൈജ്ഞാനപരമായതല്ലേ? വൈജ്ഞാനിക വികാസം. വൈജ്ഞാനിക വികാസം എന്ന് പറഞ്ഞപ്പോ എന്താ? പരിസ്ഥിതിയുമായിട്ട് കുട്ടിയുടെ ഒരു ഇണക്കവും റെസ്പോൺസും ഒക്കെയാണോ മാം? ആകാം, പരിസ്ഥിതിയുമായിട്ടാകാം. പിന്നെ അറിയാവുന്ന പോലെ ഒന്ന് പറഞ്ഞേ. മാനസികമായ കുട്ടികൾ എങ്ങനെ വളരുന്നു, അങ്ങനെ അതായിരുന്നു. ഓരോന്നിനെ കുറിച്ച് അറിഞ്ഞ്, ഓരോ കാര്യത്തെ കുറിച്ച് അറിഞ്ഞ് വരുന്ന വിദ്യ, വൈജ്ഞാനിക വികാസം ചാപ്റ്റർ കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. മാം, വിജ്ഞാനപരമായ വികാസം എന്നല്ലേ പറയണേ? എന്തോ എന്താ പറഞ്ഞത്? വിജ്ഞാനപരമായ വികാസം, അത് ഓരോന്നിനെ പറ്റി നമ്മൾ ഓരോന്ന് കണ്ട് മനസ്സിലാക്കി അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു ഡെവലപ്മെന്റ്സ് അല്ലേ? ഇവിടെ വൈജ്ഞാനികം എന്ന് പറയുമ്പോൾ എന്താണ്? കൊഗിൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? എവിടെ നിന്നാണ് പ്രോസസ്സിംഗ് വരുന്നത്? നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കുറെ വികാസങ്ങളിലൂടെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ ഡെവലപ്മെന്റ്, പേഴ്സണൽ തിങ്കിങ്. നോക്കാം. Okay. Yes. The capacity of the child to interpret her reflex action according to stimulus is the beginning of cognitive development. അപ്പൊ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ബിഗിനിങ്, അതിന്റെ തുടക്കം എന്ന് പറയുന്നത് എവിടെ നിന്നാണെന്നാണ് പറയുന്നത്? ഇന്റർപ്രറ്റ് ഹർ റിഫ്ലെക്സ് ആക്ഷൻ അക്കോർഡിംഗ് ടു സ്റ്റിമുലസ്. എന്താണ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ? കാര്യം ചോദിക്കട്ടെ, ഒരു എക്കോ സൗണ്ട് വരുന്നുണ്ട്. എനിക്ക് മാത്രമാണെന്ന് എനിക്കറിയില്ല. വോയിസ് കട്ടാവുന്നു, ക്ലിയർ ആവുന്നില്ല അങ്ങോട്ട്. ഒന്നും ക്ലിയർ ആവുന്നില്ല മാം. ഞാൻ എനിക്ക് തോന്നിയത് എന്റെ റേഞ്ച് ഇഷ്യൂ എന്ന് വിചാരിച്ചു. സമയം എല്ലാവരും ശക്തമായിട്ടിരുന്നേ. ഇപ്പോ എക്കോ ഉണ്ടോ? ഇല്ല മാം. ഇല്ല.
ഇല്ല ഇല്ല. അപ്പൊ ആരാണ് മിണ്ടാതിരിക്കേണ്ടത്? നിങ്ങളാണ് വായ തുറക്കുന്നത്. മിണ്ടരുത് കേട്ടാ. ചോദിക്കുമ്പോ മിണ്ടാം. പറഞ്ഞ എന്താണ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ സ്റ്റിമുലസ് എന്ന വാക്ക്? അപ്പൊ ഞാനീ കാണിക്കുന്നത് ഒരു സ്റ്റിമുലസ് ആണ്. എന്താണത്? ബോഡി മൂവ്മെന്റ്സ്. അതാരാ പറഞ്ഞത്? ബോഡി മൂവ്മെന്റ്സ്. ഒരാള് പറഞ്ഞ പിന്നെ അതെല്ലാവരും അത് കയറ്റി പിടിച്ചത്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ. ഓക്കെ, എന്ത് റിയാക്ഷൻ? റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കുഞ്ഞിലെ റിയാക്ഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? അതായത് ഒരു കുട്ടിയുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന, അതായത് പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന, ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ബോഡിയിൽ ഉണ്ടാകുന്ന ആ ചേഞ്ചസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആക്ഷൻസിന് അല്ലെങ്കിൽ ആ മൂവ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ബോഡി മൂവ്മെന്റ്സിനെയാണ് ഈ ഉത്തേജനം എന്ന് പറയുന്നത്. നമുക്കൊരു ഉത്തേജനം ഉണ്ടാകുന്ന സമയത്തല്ലേ നമ്മളെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലേ? ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നു അല്ലെ? നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ചിലപ്പോ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന എടുക്കും. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? സ്റ്റിമുലസ് ആണ് അല്ലെ? നമുക്കത് റിയാക്ട് ചെയ്യാം, നമുക്ക് റിഫ്ലക്സ് ചെയ്യുന്നു. അവിടെ ഒരു ആക്ഷൻ നടക്കുന്നു, നമ്മുടെ ബോഡിയിൽ ഒരു ആക്ഷൻ നടക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം അല്ലെ? അതായത് ഒരു കുട്ടിയുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് സ്റ്റിമുലസ്. പ്രത്യേകിച്ച് നമ്മുടെ ജെസ്റ്റേഴ്സ്, പോസസ്, ഇതൊക്കെ എന്താണ് സ്റ്റിമുലസ് ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ അവിടെ നിന്നാണ് ഒരു കുട്ടിയെ തൊടുന്ന സമയത്ത് കുട്ടിക്ക് ബോഡി മൂവ്മെന്റ്സ് തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ ആക്ഷൻസ് തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അതിന് മൂവ് ചെയ്യാൻ സാധിക്കുന്നു. ആ ഒരു സമയത്താണ് കുട്ടിയിൽ എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? വൈജ്ഞാനിക വികാസം അഥവാ കൊഗ്നിറ്റീവ് വികസനം ആരംഭിക്കുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് തൊടുന്ന സമയത്ത് കുഞ്ഞ് ടച്ച് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് തിരിച്ചറിയുക ആ ഒരു മൊമെന്റ് ആണ്, അല്ലെങ്കിൽ കുഞ്ഞിന്റെ ബോഡി മൂവ്മെന്റ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണ് എന്ത് വികസിക്കുന്നത്? കൊഗ്നിറ്റീവ് വികസനം അഥവാ വൈജ്ഞാനിക വികാസം തുടങ്ങുന്നത്. ഓക്കെ, ഇറ്റ് റെപ്രസെന്റ് പറഞ്ഞു വരുമ്പോ മനസ്സിലാകും. ഈ ചാപ്റ്റർ കഴിയുമ്പോഴേക്ക് നമുക്ക് എന്താണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നുള്ള ക്ലാസ്സിലേക്ക് എത്തുള്ളൂ. അതിപ്പോ എല്ലാ സൈക്കോളജി ചാപ്റ്ററും അങ്ങനെയാണ് കേട്ടോ. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. തുടക്കത്തിൽ തന്നെ നമ്മള് ഓരോ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു വരും. പക്ഷെ അവസാനം എത്തുന്ന സമയത്താണ് ഇത് ഇന്ന കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചത്. എന്താണ് ആ ചാപ്റ്ററിന്റെ ടോപ്പ് നെയിം? നമുക്ക് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നാണ് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. എന്താണെന്ന് മനസ്സിലാകുന്നത്. മിക്ക സൈക്കോളജി ചാപ്റ്ററുകളും അങ്ങനെയാണ്. പക്ഷെ എല്ലാവരും എന്താണ് ലൈഫ് റിലേറ്റഡ് ആണ്, നമ്മൾക്ക് എല്ലാം മനസ്സിലാവുന്ന തരത്തിലാണ്. പക്ഷെ ചില ടേംസിലും കാര്യങ്ങളിലും മാത്രമായിരിക്കും എന്താ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചില ഡ്രൈ ഏരിയാസ് ഉണ്ടായിരിക്കും, മനസ്സിലാക്കിയെടുക്കാൻ ചില ഏരിയാസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്, കുറെ പേര് ഒരുപാട് ഗ്യാപ്പ് എടുത്ത് വന്നതുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്താണ് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായതുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം. എന്തൊക്കെയോ ഉണ്ടെന്ന് നമുക്ക് ചിലപ്പോ ചില ഇമോഷൻസ് ചിലപ്പോ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അത് കേൾക്കൂ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി, എല്ലാ പോയിന്റ്സും നിങ്ങൾ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, then it represents the process of learning and adjusting to the environment. Around 6 months of age, children achieve the capacity to focus their eyes on interesting objects in their environment. അപ്പൊ കുട്ടികൾ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും എവിടെ നിന്നാണ്? കുട്ടികൾ പഠനം ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്നാണ് പറയുന്നത്? ചുറ്റുപാടുകൾ ചെയ്യാൻ തുടങ്ങുന്നത് അല്ലെ? അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവരെന്താ പല പഠനങ്ങളിലേക്കും അവർ എത്തിച്ചേരുന്നത്. ഇനി ഒരു 6 മാസമാകുന്ന സമയത്ത് around 6 months of age, children achieve the capacity. അവർ എന്ത് കപ്പാസിറ്റിയാണ് അച്ചീവ് ചെയ്യുന്നത്? To focus their eyes on interesting objects in their environment. 6 മാസമാകുന്ന സമയത്ത് കുട്ടി എന്ത് കാര്യത്തിലാണ് നേട്ടം കൈവരിക്കുന്നത്? എന്ത് കാര്യത്തിലാണ്?
ഫോക്കസ്ഡ് ഇൻട്രസ്റ്റിംഗ് ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ചുറ്റുമുള്ള പരിസ്ഥിതിയിൽ രസകരമായിട്ടുള്ള വസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു കഴിവ് കുട്ടികൾക്ക് കൈവരിക്കുന്നു. നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞ 6 മാസമുള്ള കുഞ്ഞുങ്ങള്, നിങ്ങൾക്കിപ്പോ കുട്ടികൾ വലുതായിട്ടുണ്ടാവും, ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല എങ്കിലും അറിയാം അല്ലെ. 6 മാസമുള്ള കുഞ്ഞുങ്ങള് ചില ഒബ്ജക്ട്സുകൾ നോക്കിയിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പൂച്ചേനെ കണ്ടു കഴിഞ്ഞാൽ കുറെ നേരം പൂച്ചയെ തന്നെ നോക്കി, കുറെ നേരം അതിന്റെ ഫോക്കസ് എങ്ങോട്ടായിരിക്കും? ആ പൂച്ച കാണിക്കുന്ന ആക്ഷൻസ്, ഈ പൂച്ചയുടെ ശബ്ദം, അതൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും കുഞ്ഞു നോക്കുന്നത്. അതുപോലെ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ പൂച്ച തന്നെയല്ല, ചിലപ്പോ ഒരാള് അല്ലെങ്കിൽ അച്ഛനെയോ കളിപ്പാട്ടം കിട്ടിയാലും ടോയ്സ് കിട്ടിയാലും, അല്ലെങ്കിൽ ഇപ്പൊ ഫാൻ കറങ്ങുന്നത് അല്ലെ, ഫാൻ കറങ്ങുന്നുണ്ടാകാം, പക്ഷെ അതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ കണ്ട് കുഞ്ഞു കുറെ നേരം ഇങ്ങനെ നോക്കി കിടക്കും അല്ലെ. എന്താ സംഭവിക്കുന്നത് അവിടെ? കുഞ്ഞിന്റെ ഇന്റലക്ച്വലി ആ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ തന്റെ ചുറ്റുമുള്ള ഒരു എൻവയോൺമെന്റിലുള്ള തന്റെ ഇഷ്ടപ്പെട്ട വസ്തുക്കളുണ്ട്, തനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകളാണ് തന്റെ കണ്ണുകൊണ്ട്, കുഞ്ഞിന്റെ കണ്ണുകൊണ്ട് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഏകദേശം 6 മാസമാവുന്ന സമയത്ത് കുട്ടികൾ കൈവരിക്കുന്നത്. അതൊരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. കുട്ടികൾ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുട്ടികൾ ഇങ്ങനെ ഒരു സ്ഥലം മാത്രം, ഇങ്ങനെ ഒബ്ജക്റ്റിനെ മാത്രം ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങള്? നിങ്ങളുടെ കുട്ടികളാണ് കളർ കൂടുതൽ. പിന്നെ യെസ്, ഒബ്ജക്ട്സ് മാത്രമല്ല, ചില ഇപ്പോ എന്താ കളേഴ്സ് അല്ലെ, ചില ബ്രൈറ്റനിങ് കളേഴ്സ് ഒക്കെ ചിലപ്പോ പ്രത്യേകം ഇപ്പൊ റെഡ് യെല്ലോ കളറൊക്കെ എന്താണ് പ്രത്യേകം എന്താണ് ഒരു എനിക്ക് തോന്നുന്നത് അല്ലെ, പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്ന കളേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കളേഴ്സിൽ ചിലപ്പോ പിക്ചേഴ്സോ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ പിന്നെ അതിങ്ങനെ ഫോക്കസ് ചെയ്യും, കണ്ണുകൊണ്ടവരവിടെ ഫോക്കസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കപ്പാസിറ്റി കുഞ്ഞിന് 6 മാസം ആവുന്ന സമയത്ത് കൈവരിച്ചത്. കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ കണ്ണിന് കാഴ്ചക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു സംശയം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ കിലുക്കി പോലെ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ കൊണ്ട് അവർക്ക് ഇങ്ങനെ ആട്ടി കൊടുക്കുന്ന കൃഷ്ണമണി അതേപോലെ തന്നെ ഇങ്ങനെ ചലിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. വിഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാം. അതിപ്പോ നമ്മൾ ആ ഏർലി സ്റ്റേജിലായിരിക്കും അറിയുന്നത്. ചിലപ്പോ ചില കുഞ്ഞുങ്ങള് എന്തെങ്കിലും അങ്ങനെ ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ നമുക്കത് അറിയാൻ പറ്റും പാരന്റ്സിന്. ചില അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എന്താ പറയാ മെന്റൽ ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ എന്താ മന്ദബുദ്ധികൾ എന്നൊക്കെ പറയൂലേ കുട്ടികളെ, അങ്ങനെയുള്ള കുട്ടികൾ ഒരു സ്ഥലത്ത് മാത്രം ഒരിക്കലും ഫോക്കസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളാണ്? ഇത് മെന്റലി ട്രാവൽ ആയിട്ടുള്ള കുട്ടികൾ, മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് എന്താണ് ഒരേ സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യും. നമ്മള് എത്ര വിളിച്ചാലും ചിലപ്പോ പിന്നിൽ നിന്ന് വിളിച്ചാൽ ചിലപ്പോ ആ കുഞ്ഞുങ്ങൾ കേൾക്കില്ല. അത് അതിന്റെയൊക്കെ ഒരു സിൻഡ്രോമാണ്, അത് സിംറ്റംസ് ആണ്. അതായത് മെന്റലി പ്രോബ്ലംസ് ഉള്ള കുട്ടികളുടെയൊക്കെ സിംറ്റംസ് ആണ്. അതിലേക്കൊക്കെ വരുന്നുണ്ട്, അതിന്റെയൊക്കെ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ആ ഭാഗത്ത് നമ്മൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ്. ഓക്കെ, എവിടെയാ പറഞ്ഞേ? They even follow the movement of the object with their eyes. എന്താ പറയുന്നത്? അപ്പൊ കുട്ടികളെ കൃത്യമായിട്ട് ആ കണ്ണുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? Even follow the movement of the object with their eyes. ഒരു കണ്ണുകൊണ്ട് എന്താണ് ആ വസ്തുവിനെ കണ്ണുകൊണ്ടാണ് അവർ ഫോക്കസ് ചെയ്ത് അതിനെ പിന്തുടരുന്നത് അല്ലെ, ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ എന്താ പാവേനെ കണ്ടോ അല്ലെങ്കിൽ ഫാനിനെ കണ്ടോ, കണ്ണുകൊണ്ടാണ് അവർ അവിടെ എത്തിച്ചേരുന്നത് അല്ലെ. കണ്ണിന് ഫോക്കസ് കൊടുക്കുന്നു, കണ്ണുകൊണ്ട് കണ്ണിന്റെ പല ചലനങ്ങൾ കൊണ്ട് ആ ഒബ്ജക്ട്സിനെ പല രീതിയിൽ കുഞ്ഞു നോക്കിയതാണ്. ഓക്കെ, then when children hear the word elephant, ഇനി കുട്ടികൾ ആന എന്ന വാക്ക് കേൾക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഒരു മെന്റൽ പിക്ചർ രൂപപ്പെടുന്നു. കുറച്ചുകൂടി വലുതായ സമയത്ത് എന്താണ്, എന്ത് മെന്റൽ പിക്ചറാണ് കുഞ്ഞിന് ഓർമ്മ വരുന്നത്? ആനയുടെ ഒരു രൂപം. അതിന് മുന്നേ ആനയെ കണ്ടിട്ടുണ്ടാവും, കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പിന്നീട് ഒരു ദിവസം കുട്ടിയുടെ മുന്നിൽ വേർഡ് എലിഫന്റ് എന്ന് പറയുന്ന സമയത്ത് അവന്റെ മനസ്സിൽ ഒരു മെന്റൽ പിക്ചർ രൂപപ്പെടുന്നു അല്ലെ. അതിലെന്തായിരിക്കും ഉണ്ടാവുന്നത്? ഒരു വലിയ തുമ്പിക്കൈയും വലിയ ചെവിയും വലിയ ചെവി. പണ്ട് നമ്മള് കുട്ടികൾക്ക് ഇങ്ങനെ പാട്ട് പോലെ പറഞ്ഞു കൊടുക്കില്ലേ മാം? തൂണ് പോലുള്ള കാലുകൾ, മുറം പോലുള്ള ചെവി.
ചൂല് പോലെ വാലുകൾ അല്ലെ? അത് മറ്റേ കാട്ടിലൊക്കെ എന്നുള്ള പാട്ടല്ലേടോ? തന്നെ മാം. അതെ അതെ. ഒന്നിലുണ്ണിയാണ്. അത് തന്നെ. കുറച്ചും കൂടെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ല ആ ആനിമലിനോട് കുറച്ചും കൂടി അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് ആ ആനിമലിനോടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പുതിയ പാരന്റ്സ് കുഞ്ഞു കുട്ടികൾ ഇപ്പൊ ആരെങ്കിലും ഇല്ലേ കാട്ടിലെ കാണാൻ കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ മാട്ടോ. നല്ല കാർട്ടൂണാണ് അല്ലേ? ഇപ്പൊ കാട്ടിലെ കണ്ണനല്ലല്ലോ മാം. ഇപ്പൊ പുതിയ കാട്ടിലെ കണ്ണന് നല്ല നല്ല ഗുണപാഠ കഥകളുണ്ട്, പാട്ടുകളുണ്ട്. നിങ്ങളതൊക്കെ കേൾക്കണം. നിങ്ങൾക്ക് നോട്ടീസ് പാട്ടൊക്കെ പാടാനുള്ളതാണ്. അതൊക്കെ പഠിക്കും കേട്ടോ. ഡോറാബുജി ആയിരുന്നു ഇടയ്ക്ക് ഭയങ്കര അതെ അതെ. കണ്ണിലുണ്ണിയാണേ കണ്ണനാണേ കൊച്ചുമ്പനാണേ വമ്പനാണേ കേൾക്കുന്ന സമയത്ത് കുട്ടികളുടെ മനസ്സിൽ എന്താണ് ഇവിടെ ഒരാള് പാട്ട് കേട്ടിട്ട് ആനയുടെ പാട്ട് എവിടെയാന്ന് ചോദിച്ചാൽ എന്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട് ഒരാള്. പാട്ട് കേട്ടിട്ട് ലൈന അത് യൂട്യൂബിൽ കാണിച്ചു കൊടുത്താൽ മതി. ടിവിയിൽ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതിനെ അങ്ങനെ കാണിക്കണം കേട്ടോ. ഫോണിൽ കാണിക്കണം. ഇല്ല ടിവിയില് റെക്കോർഡ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ആ പാട്ട് ഇവന് ഇഷ്ടമാ. അപ്പൊ ആ ഒരു പിക്ചർ അല്ലെങ്കിൽ ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് കുട്ടിയുടെ മനസ്സിൽ ഒരു മെന്റൽ പിക്ചർ രൂപപ്പെടുന്നത് അല്ലെ? ആനക്ക് 4 കാലുണ്ട്, വലിയൊരു തുമ്പിക്കൈയുണ്ട്, ബിഗ് ഇയേഴ്സ് ആണ്, നല്ല ഒരു വലിയ ചെവിയാണ്, 2 ചെവികളുണ്ട് എന്നുള്ളൊരു രൂപം മെന്റൽ പിക്ചർ രൂപപ്പെടുന്നു. മെന്റൽ പിക്ചർ രൂപപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവിടെ വൈജ്ഞാനിക വികാസം കുട്ടിയിൽ നടക്കുന്നത് കൊണ്ടാണ്. മനസ്സിലാക്കണം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒരു കുഞ്ഞില് രൂപപ്പെടുന്നത് കൊണ്ടാണ് കുട്ടിക്ക് ആ മെന്റൽ പിക്ചർ. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് ഒരു പിക്ചർ ഇപ്പൊ തമന്നയുടെ പിക്ചർ, തമന്നയുടെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് തമന്നയുടെ പിക്ചർ എന്റെ മനസ്സിൽ വന്നു. അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? എന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്, കോഗ്നിറ്റീവ് മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്, എന്റെ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നുണ്ട്. എനിക്ക് ആ മെന്റൽ പിക്ചർ, തമന്നയുടെ പിക്ചർ എനിക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു അല്ലെ? തമന്നയുടെ നല്ല കണ്ണുകള്, നല്ല പുരികം, നല്ല മുടി, നല്ല ചിരി, ഇതൊക്കെ എന്താണ്? നല്ല ആക്റ്റീവ്, നല്ല ചിരി, വളരെ പ്രസന്റ് ആയിട്ട് സംസാരിക്കുന്ന ക്യാരക്ടർ, അതൊക്കെ നമുക്ക് നല്ലതാണ്. ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ. പക്ഷെ തമന്നയെ കുറിച്ചുള്ള എന്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ വളരെ ആക്റ്റീവാണ്, സുന്ദരിയാണ്, എപ്പോഴും ചിരിച്ചോടെ സംസാരിക്കുന്നത്, അത് ഭയങ്കര ഇഷ്ടമാണ്. തമന്ന അവിടെ ഉണ്ടോ അതോ പറന്നു പോയോ? ഞാൻ പോയി ഉദാഹരണം പറഞ്ഞു തമന്ന. അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഒരു കുട്ടിയിൽ മെന്റൽ പിക്ചർ രൂപപ്പെടുന്നത്? വൈജ്ഞാനിക വികാസം അവരിൽ രൂപപ്പെടുന്ന സമയത്താണ് മെന്റൽ പിക്ചർ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണോ പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം കുട്ടികളുടെ മനസ്സിൽ രൂപപ്പെടുന്നത്. They learn about all things they see around them. കുട്ടികൾ എന്താണ് അവർക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും, ചുറ്റുമുള്ള എൻവയോൺമെന്റ്, അവരുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയിൽ നിന്ന് എന്താണ് എല്ലാ കാര്യങ്ങളും കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അതിനെ നോക്കിക്കാണുന്നുണ്ട്. എല്ലാ തിങ്സും കുഞ്ഞുങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. മനസ്സിലായിട്ടല്ല എങ്കിലും എന്താണ് അത് നോക്കിക്കാണുന്നു. പിന്നീട് അങ്ങോട്ടാണ് ശബ്ദങ്ങളും നിറങ്ങളും ആക്ഷൻസ് ഒക്കെ വെച്ച് കുഞ്ഞത് മനസ്സിലാക്കാനായിട്ട് പിന്നീട് തുടങ്ങുന്നത്. ആദ്യം എല്ലാത്തിനും എന്താണ് കുഞ്ഞ് ചുറ്റും നോക്കിക്കാണുന്നു. Then they continuously manipulate, experiment, try out, explore, discover and learn about objects and people surrounding them. Then അവൻ അവന്റെ ചുറ്റുമുള്ള പരിസ്ഥിതിയെ നോക്കി കാണുന്ന സമയത്ത് അവൻ എന്തൊക്കെ ചെയ്യുന്നു? കണ്ടിന്യൂസ്ലി അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞ എന്താണ്? തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു? തുടർച്ചയായി മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ എന്താ? മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞ എന്താ? കൂട്ടിയും കുറച്ചൊക്കെ അതിങ്ങനെ മനസ്സിലിട്ട് ആലോചിക്കുന്നെന്നാണ്. കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞ് അതുമായി ചിന്തിക്കുന്നത്, അതിലെ എക്സ്പീരിയൻസ്, അതിൽ പരീക്ഷണം നടത്താനുള്ള ഒരു ചിന്താഗതി കുഞ്ഞിൽ രൂപപ്പെടുന്നു. അതിനെ വീണ്ടും വീണ്ടും എന്താണ്
അത് കാണാനായിട്ട് ട്രൈ ചെയ്യുന്നു. പിന്നെ എന്താണ് അത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നു, ഡിസ്കവർ ചെയ്യാൻ, അത് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഓരോ ഒബ്ജക്ട്സ് എന്താണെന്ന് കുഞ്ഞ് അതിലെന്താണ് അതിലെന്തുണ്ട് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഓരോ കുഞ്ഞിലും രൂപപ്പെടുന്നുണ്ട്. അത് എവിടെ നിന്നാണ്? തന്റെ ചുറ്റിലുമുള്ള ഒബ്ജക്ട്സ് മാത്രമല്ല, തന്റെ ചുറ്റുമുള്ള സാധനങ്ങളെ മാത്രമല്ല, തന്റെ ചുറ്റുമുള്ള ആരെയും കൂടിയാണ്? ഒബ്ജക്ട്സ് ആൻഡ് പീപ്പിൾ സറൗണ്ടിങ്, ചുറ്റുമുള്ള ആൾക്കാരെയും കൂടി അല്ലെ? അത് പാരന്റ്സ് ആയിക്കോട്ടെ മറ്റാരും ആയിക്കോട്ടെ. അപ്പൊ തിങ്സ്, സാധനങ്ങൾ, ഒബ്ജക്ട്സിനെ മാത്രമല്ല കുഞ്ഞ് ഫോക്കസ് ചെയ്യുന്നത്, ചുറ്റുമുള്ള അവരുടെ മറ്റുള്ള പീപ്പിൾസിനെയും കൂടി കുട്ടി എന്താണ് ലേൺ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ പ്രകൃതിയെ മാത്രമല്ല, നമ്മുടെ എൻവയോൺമെന്റിനെ മാത്രമല്ല, ഒബ്ജക്ട്സിനെ മാത്രമല്ല, ചുറ്റുമുള്ള ആൾക്കാരെയും കൂടി എന്താണ് കുഞ്ഞ് ആളുകളെയും കുറിച്ചിട്ട് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞിട്ടാണ് കണ്ടെത്തുന്നത്. ഓക്കെ, യെസ്. പിന്നെ ഈ ഒരു പാരഗ്രാഫ് എടുത്തിട്ടുള്ളൂ. ഈ പാരഗ്രാഫ് ഒരു 3-4-5 തവണ നിങ്ങൾ വായിക്കണം കേട്ടോ. കേൾക്കുന്നുണ്ടോ? എന്താണെന്ന് ഒന്ന് മനസ്സിലാവും. ഒന്ന് വായിച്ചിട്ട് സ്വന്തമായിട്ട് അതൊന്ന് പറഞ്ഞു നോക്കാം. എന്താ ഇപ്പൊ ഞാൻ ടീച്ചറിനോട് ക്ലാസ് എടുത്തില്ലേ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താണെന്ന്, നിങ്ങൾ മിററിൽ നോക്കി ഒരു പാരഗ്രാഫ് 2-3 പ്രാവശ്യം വായിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നിങ്ങളോട് തന്നെ പറയാം. ഈ ഒരു പാരഗ്രാഫ് മാത്രം കേട്ടോ പറയാൻ ശ്രമിക്കുക. കലീന ഫോണടിക്കും. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് മുതൽ ഞാൻ പറയട്ടെ. അടുത്ത ക്ലാസ് മുതൽ നമ്മൾക്കൊരു എത്ര മണിയാണ്? 11:30 to 12:30 അല്ലേ നമ്മുടെ ക്ലാസ് അല്ലേ? അതെ മാം. 12:15 to 12 വരെയുള്ള സമയം 15 മിനിറ്റ് നമ്മളിനി വർത്താനം പറഞ്ഞാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് തീരില്ല. ഓക്കെ, അതിനുള്ള സമയം ഞാൻ തരാം. ഒരു 15 മിനിറ്റ് മതിയില്ലേ നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട്? ഞങ്ങളെ കൊണ്ട് തോറ്റില്ലേ മാം? ക്വസ്റ്റ്യൻസ് തീരാണ്ടാവും. ഞാൻ ബാക്കിയുള്ള ടീച്ചേഴ്സ് കുറെ ലൈഫ് ഒന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ റെക്കോർഡിംഗ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായേക്കാം. ആദ്യത്തെ ഒരു ഭാഗം കംപ്ലീറ്റ് ചിലപ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രം കയറുന്നതായിരിക്കും. കംപ്ലീറ്റ് എന്താണ് അവർക്ക് ശരിക്കും നമുക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് അറിയാം, ലൈവിലുള്ളവർക്ക് ഇതറിയാം. ലൈവിലുള്ളവർക്ക് എന്താണ് അതിന്റെ ഏത് രീതിയിലാണ് ക്ലാസ് പോകണമെന്നൊക്കെ അവർക്ക് അറിയാം. പക്ഷെ ചിലവർക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. വർത്താനമായിരിക്കും. അതൊക്കെ ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് അത് കട്ട് ചെയ്ത് നമ്മൾ പോകും. ഈ വർത്താനം കഴിഞ്ഞിട്ട് ഇന്ന് ക്ലാസ് ഉണ്ടാവില്ല എന്ന് ചുമ്മാ അങ്ങ് വിചാരിച്ച് അങ്ങ് പോകും. കൂടുതൽ വർത്താനം പറയുന്നവരുടെ പേര് എഴുതി നമുക്ക് സെറ്റ് ചെയ്യാം മിസ്സേ. ഇന്ന് ഞങ്ങൾ കുറച്ച് കൂടുതൽ ഇന്ന് എനിക്കറിയാം നിങ്ങൾ ആ സെറമണിയുടെ ആ ഒരു ഭാഗത്തില് ആ ഒരു എക്സൈറ്റ്മെന്റിന് ഇപ്പോഴും പുറത്തോട്ട് വന്നിട്ടില്ല. അതിന്റെ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഇതിപ്പോ തീരണമല്ലോ നിങ്ങളുടെ മനസ്സിൽ തന്നെ ആയിരിക്കും ഒരു ചിന്ത അല്ലേ? ഓക്കെ, എന്നെ പറ്റിയാണ് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെസ്സേജില്. ഗ്യാപ്പ് കിട്ടുന്നില്ല. ഞാൻ കാര്യം പറയാൻ പറയുന്നത് മിസ് റെക്കോർഡിംഗ് ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ ഈ റെക്കോർഡ് ക്ലാസ് ചെയ്യുന്നവരെ നോട്ട്സ് ചോദിക്കാറുണ്ട് കേട്ടോ എന്റെ അടുത്ത്. അപ്പൊ അവരിങ്ങനെ വന്നിട്ട് എടാ ഞാൻ എങ്ങനെയാണ് പുതിയ ബാച്ചിലുള്ളതാ റെക്കോർഡ് ക്ലാസ് കാണുന്നതാ, എനിക്കൊന്നും കിട്ടുന്നില്ല, നോട്ട്സ് ഒന്ന് തരണേ, അതിൽ കൂടുതൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കും, അത് കഴിയുമ്പോ ആലോചിക്കും അല്ല ആദ്യം ഞാനാണല്ലോ സംസാരിക്കുന്നത്, എന്റെ വായാണ് ആദ്യം അടക്കട്ടെ. നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ പോർഷന്റെ കൂടി നിങ്ങൾക്ക് കൺവോക്കേഷൻ സെറമണി എത്തണ്ടേ? അപ്പൊ പോർഷൻസ് ഒക്കെ തീർന്നാലേ അങ്ങനെ എത്തുള്ളൂ. അതിന് സമയം വേണം. വേറെ ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ പോർഷൻസ് എടുക്കാറുണ്ട്. 1.5 പേജൊക്കെ ആദ്യം എടുത്തിട്ട് സംസാരിക്കാറുണ്ട്. അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് വരും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ടി വരും. അതങ്ങനെയാണ് മോണ്ടിസോറി ക്ലാസ്. ഇതിനൊരു പ്രത്യേക സ്ട്രക്ചറിൽ നമുക്ക് പോകാൻ പറ്റില്ല, ഓർഡറായിട്ട് പോകാൻ പറ്റില്ല. ആദ്യത്തെ കാര്യങ്ങൾ മാത്രമേ കറക്റ്റ് ആയിട്ട് ഉള്ളൂ. പ്രെയർ,
തോട്ട് ഓഫ് ദി ഡേയും സൈനിങ് ഇൻ മാത്രമേ കറക്റ്റ് ആയിട്ട് പോകുള്ളൂ. ബാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോളിലല്ല. അൺകണ്ടീഷണൽ ക്ലാസ് ആണത്, അൺകൺട്രോൾഡ് ക്ലാസ് ആണത് അല്ലേ മോണ്ടിസോറി എന്ന് പറയുമ്പോൾ. നമുക്ക് പ്രത്യേകിച്ച് തന്നെ വെച്ച് പഠിപ്പിക്കാൻ പറ്റില്ല നിങ്ങളെ, അങ്ങനെയാണ്. അതാണ് അതിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മാം, അരമണിക്കൂർ കൂടെ ഞങ്ങൾക്ക് തരണം. തരണം തരാം. അപ്പൊ ഈ പറഞ്ഞ കാര്യം ഒന്ന് 2-3 പ്രാവശ്യം വായിച്ചിട്ട് ഒന്ന് സ്വയം ഒന്ന് പറഞ്ഞു നോക്കാം എന്താ ടീച്ചർ പറഞ്ഞെന്നുള്ളത്. നിങ്ങൾ ടീച്ചറായിട്ട് വേണം നിങ്ങൾ കണ്ണാടിയിൽ സംസാരിക്കണം കേട്ടോ. ഓക്കെ, സൈനിങ് ഔട്ട് പറയട്ടെ മാം? എന്തോ സൈനിങ് ഔട്ട് പറയട്ടെ? സൈനിങ് ഔട്ട് പറഞ്ഞോ. Good afternoon, ma'am. Good afternoon, dear friends. Memories are always special. Sometimes we laugh by remembering the days we cried, and we cry by remembering the days we left. That's life. APJ Abdul Kalam. Have a wonderful class, Adira ma'am. Thank you all. Thank you. Very much. ഇനിയിപ്പോ 2 പേര് ക്ലാസ്സിൽ ഞാൻ കണ്ടില്ല കേട്ടോ. പരിചയമുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒന്ന് ധന്യ കണ്ടില്ല, പിന്നെ ശ്രീജ. ഇവരൊന്നും കയറിയിട്ടില്ല ക്ലാസ്സില്. ശ്രീജയ്ക്ക് അറിയത്തില്ലായിരിക്കും ഇന്ന് മാമിന്റെ ക്ലാസ് ആണ്. ഇല്ല, പക്ഷെ വെള്ളിയാഴ്ച ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, നിങ്ങളാണോ പീരീഡ് 2 ടൈമിൽ പീരീഡ്സ് വേണമെന്ന് നിങ്ങളാണോ പറഞ്ഞ? ടേക്ക് കെയർ ആണോ? അതെ നമ്മള് 1 മണി അത് വരെ നമുക്ക് സംസാരിക്കാൻ ടൈം കിട്ടാത്തോണ്ടാണ് മാം. ഒരു പീരീഡ് പഠിക്കാനും ഒരു പീരീഡ് കാര്യം പറയാനും. ഒരു മണിക്കൂറെ കംപ്ലീറ്റ് കാര്യങ്ങളും പറയാം, 1 മണിക്കൂർ പഠിപ്പിക്കുകയും ചെയ്യാം അല്ലെ. 1 മണിക്ക് വരുമ്പോ നമുക്ക് 2 ദിവസം വെക്കേണ്ടി വരും. കൊച്ചുങ്ങളെയൊക്കെ അവര് നോക്കുന്ന അവസാനം വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും. നമ്മൾ 24 മണിക്കൂർ. ഓക്കെ, അപ്പൊ എല്ലാവരും പോയി പഠിക്കുക, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു. Thank you, ma'am. Bye. Thank you, ma'am.